പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഞാൻ ആത്മീകമായൊരു ചിന്ത നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. അതിന് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാനായി താല്പര്യപ്പെടുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽ നിങ്ങളുടെ മുൻപാകെ ആമേൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, തിരുവചനത്തിൽ ആമേൻ ലോകം ആമേൻ അന്ധകാരത്തിലേക്ക് ആമേൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകനിലൂടെ ദൈവശബ്ദം ആമേൻ ദൈവത്തിൻ്റെ ആലോചന പ്രവാചകൻ വിളിച്ചു പറയുകയാണ്: എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവിക നിയോഗമുള്ള ഒരു വ്യക്തിയോട് അവൻ ദൈവാത്മാവിൻ്റെ അവൻ ഹല്ലേലൂയ നടത്തിപ്പുള്ള ഒരു ദൈവ പൈതലിനോട് അവൻ ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവൻ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇങ്ങനെയാണ്: അവൻ ലോകം അന്ധകാരത്തിലേക്ക് അവൻ ഹല്ലേലൂയ, സ്തോത്രം, കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ അവൻ നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ലോകത്തിൻ്റെ വെളിച്ചം അവൻ നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്: നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അവൻ നിങ്ങളിലുള്ള വിളക്ക്, അവൻ നിങ്ങളിലുള്ള വെളിച്ചം നിമിത്തം അനേകർ ഇരുട്ടിൽ കിടക്കുന്ന അനേകർ അവൻ വെളിച്ചം കാണുവാൻ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവൻ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ലോകം കഷ്ടതയിലൂടെ, അവൻ ക്ഷാമത്തിലൂടെ, നഷ്ടങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ, അവൻ അനവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാമെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീരാമെങ്കിൽ, അവൻ ഇന്ന് പകലിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അനേകർ മനസ്സിലാക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ നിങ്ങളുടെ പ്രകാശം അനേകരിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ അവൻ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവൻ നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. അവൻ ഹല്ലേലൂയ, സ്തോത്രം, ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു നിങ്ങളിലൂടെ അനേകർക്ക് അവൻ വെളിച്ചമായി തീരുവാൻ പോകുന്നു. നീതി സൂര്യനായ ക്രിസ്തു അവൻ അനേകർക്ക് ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളിലൂടെ വെളിച്ചമായി തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവരാജ്യത്തിൻ്റെ ശക്തി, ആ ദൈവരാജ്യത്തിൻ്റെ മഹത്വം, ദൈവരാജ്യത്തിൻ്റെ തേജസ് അവൻ അനേകരിലേക്ക് വെളിച്ചം വീശുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ഈ ഇരുണ്ട കാലഘട്ടത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് അനേകർക്കൊരു വെളിച്ചമായി തീരുവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അനേകർക്കൊരു വഴികാട്ടിയായി തീരുവാനാണ്. അവൻ ഹല്ലേലൂയ, സ്തോത്രം. കുരുടനെ വഴികാട്ടിയാൽ അവൻ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് പകൽ കുരുടന്മാരായി തീരുവാനല്ല, അവൻ ക്രിസ്തു നമ്മിൽ വന്നിട്ട് ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ അകത്തെ കണ്ണ് പ്രകാശിച്ചിട്ട് മറ്റുള്ളവർക്ക് അത് വെളിച്ചമായി തീരുവാൻ അവൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അനേകരുടെ മുമ്പാകെ മഹത്വമുള്ള സാക്ഷികളായിട്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരേണ്ടവരാണ്. അവൻ ദൈവം നിങ്ങളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദൈവമഹത്വത്തിനായിട്ട് എഴുന്നേറ്റ് പ്രകാശിക്കുക, ദൈവമഹത്വത്തിനായിട്ട് എഴുന്നേറ്റ് പ്രകാശിക്കുക. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് അനേകർ അറിയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അനേകർ നിങ്ങളിലൂടെ വെളിച്ചം കാണട്ടെ. ഇന്ന് പകലിൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ ഒരു സന്ദേശം നിമിത്തം അനേകർ ക്രിസ്തുവിലേക്ക് തിരിയുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ദൈവമുമ്പാകെ ഇന്ന് പകൽ നിങ്ങൾ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും ദൈവകരങ്ങളിൽ അധികമായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുവാൻ ഇടയായിത്തീരും.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.